ഓ വന്നോ? കയ്യിൽ കുറെ സാധനമൊക്കെ ഉണ്ടല്ലോ. ഇത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു, അതാ. അമ്മ ചെറുപയറുമാണ് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താ ചെറുപയർ? ഈ ചെറുപയർ ഞാൻ പറഞ്ഞത്. പിന്നെ അമ്മച്ചി ഉപ്മാവ് ഉണ്ടാക്കാൻ പൊടി തീർന്നു ആയിട്ടില്ല. എന്നാ പൊടി നല്ല. അമ്മേ, ഓ നീയുണ്ടോടി? ഓ ഇതാര് മോളോ? വാ കേറ്. ആടി ഞാനും ഇടാ. അമ്മക്കിപ്പോ രണ്ടാൾ കൂട്ടായല്ലോ അല്ലേ? അതെ. പിന്നെ അമ്മച്ചി മെന്നാന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞില്ലായിരുന്നു. അന്നേരം എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. എൻ്റെ മോൻ്റെ സ്കൂളിൽ പരിപാടിയാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നും പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എൻ്റെ മോൻ്റെ സ്കൂളിൽ പരിപാടിയാണ്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് കയറാന്ന് വിചാരിച്ചതാ. അതുകൊണ്ട് വരാൻ പറ്റില്ല അല്ലേ? എല്ലാം മോളത് അവിടെ തന്നെ നിന്നാലേ. വാ ഇങ്ങോട്ടേക്ക് കയറുവാ. ശരി അമ്മച്ചി കയറാം. അമ്മ അടുക്കളയിൽ കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തോട്ടെ. ബിരിയാണി അത് മോളെ നേരത്തെ ഇല്ലേ ഇവിടെ എന്നെ വിളിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞ ശേഷം ബിരിയാണി ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എനിക്ക് ബിരിയാണി തരുമോന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്, അത് അവക്കുള്ള. നീ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ, അപ്പം നിനക്ക് എന്തോ എടുക്കാമല്ലോ. പക്ഷേ ഇവള് ഇടയ്ക്കിടയ്ക്കല്ലേ വരാൻ പറ്റൂ, കാരണം ഇവൻ്റെ മോൻ്റെ സ്കൂളിൽ പരിപാടിയല്ലാണ്. അപ്പം എല്ലാ ദിവസവും പരിപാടി ആയതുകൊണ്ട് ഇവക്ക് പോകണ്ടേ, അതുകൊണ്ട് ഇന്ന് അവൾ എടുക്കട്ടെ. പിന്നെ നീ വരൂലേ? ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വരില്ല, അപ്പോൾ ഞാൻ നിനക്ക് ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ തരാം. ഇന്ന് നീ എടുത്തോട്ടോ, ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരില്ല, നീ എടുത്ത. ശരിയാ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അവളോട് ബിരിയാണി നീ വേണമെന്ന് പറഞ്ഞ്. അത് അവൾ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അവൾ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അപ്പോൾ അവൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാമല്ലോ. പക്ഷെ നേരം എൻ്റെ മോൻ്റെ സ്കൂളിൽ പരിപാടിയില്ല, അപ്പം നിനക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ റേഷൻ ബിരിയാണി അവിടെ ഇരിപ്പുണ്ട്, അത് നീ എടുത്തോട്ടോ. നീ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലല്ലോ, അവളല്ലേ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. തൽക്കാലം നീ എടുത്തോ. ഇവിടെ തേങ്ങ ഇരിപ്പുണ്ടോ? അത് ചേട്ടനില്ലേ, തലയിൽ തേക്കാൻ വെളിച്ചെണ്ണ വേണം, വെളിച്ചെണ്ണ ഉണ്ടാക്കണം തേങ്ങനെ കൊണ്ട്. ഒരു 20 തേങ്ങയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മോൾ എടുത്തോട്ടെ, അവളെ വേണ്ട കേട്ടോ. അവളെല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് തേങ്ങ എല്ലാം കൊണ്ടുപോകട്ടെ. ഒരു 10 200 തേങ്ങയായിട്ട് അവൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിവിടെ കുറേ തെങ്ങുകളുണ്ടല്ലോ, നിങ്ങളെല്ലാം കുറച്ചിലുള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറേ തെങ്ങ് വീഴല്ലോ. അവളറിയണ്ട കേട്ടോ. ഇത് അവളപ്പുറത്തേക്ക് ശോഭേച്ചിനോട് സംസാരിക്കുന്നത് കേട്ടോ. മോള് കൊണ്ടുപോയിക്കോ കേട്ടോ. ഇതൊക്കെ അവളെല്ലാ ദിവസവും ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം കെട്ടി ഒരുങ്ങിയിട്ട് അവൻ കൊണ്ടുപോകും. അതാ പറഞ്ഞ കേട്ടോ. അവൾ പറഞ്ഞാൽ പിന്നെ അവൾക്കും കൂടി കുറച്ച് കൊടുക്കേണ്ടി വരും. അതാ പറഞ്ഞ കേട്ടോ. പറയണ്ട കേട്ടോ അവളോട്. മോളെടുത്തോ ഫുള്ളും. ഇത്ര തേങ്ങ മതി അമ്മ, കാരണം കുറച്ചേ ഉണ്ടാക്കണ്ടു. പിന്നെ മോളെ സ്റ്റോർ റൂമിൽ കുറച്ച് ചാമ്പൊക്കെ ഇരിപ്പുണ്ട്, ആ മോളെടുത്തോ കേട്ടോ. ഞാൻ ഈ തരുന്ന കാലമൊന്നും അവളോട് പോയി പറയല്ല കേട്ടോ. പിന്നെ അവൾക്കും കൂടി എല്ലാം കൊടുക്കേണ്ടി വരും. മോക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല, മോക്ക് കുറച്ച് അവൾക്കും കൊടുത്ത കേട്ടോ. ഞാൻ പറയുന്ന അമ്മച്ചി പറയുന്നതെല്ലാം മോക്ക് കേൾക്കണം കേട്ടോ. ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് സപ്പോർട്ടും കൂടി ഇരിപ്പുണ്ട്, അതും കൂടി എടുത്തോ. പിന്നെ മോളെ ഓട്ടോറിക്ഷന് വിളിച്ചോട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ മോക്ക് തേങ്ങ ബിരിയാണി എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനല്ല, അതാ പറഞ്ഞ കേട്ടോ ഓട്ടോറിക്ഷന് വിളിക്കാൻ. പിന്നെ ഒരു കാര്യം, അമ്മച്ചി പൈസ തരാം കേട്ടോ. ഓട്ടോറിക്ഷയ്ക്ക് ഭയങ്കര പൈസയല്ലേ, അതുകൊണ്ട് അമ്മച്ചി തരാം കേട്ടോ. മോള് പോയിക്കാം, അമ്മച്ചി കൊടുത്തോളാം കേട്ടോ. പൈസ പോകുമ്പോൾ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം, അവിടെ അരി കുറച്ചിരിപ്പുണ്ട്, ഗോതമ്പരി, അത് മോള് എടുത്തോ കേട്ടോ. അവിടെ അവക്ക് കൊടുത്ത് ഇതാ ഇവിടെ ഒന്നുമില്ല. ഇന്നലെ രജിതന്റെ ഭർത്താവില്ല അരി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ്. അതാ അപ്പോൾ രജിത എനിക്ക് കൊണ്ടു തന്നതാ. അപ്പം മോളും എടുത്തോട്ടെ. ഇതൊക്കെ അവളോടൊന്നും പറയണ്ട. ഒരു ഇപ്പൊ ഞാൻ എന്തെങ്കിലും തന്ന് ബിരിയാണിയാണ്, ബിരിയാണി അവള് പറഞ്ഞേ, പക്ഷെ ബാക്കിയൊന്നും പറയണ്ട പറഞ്ഞേ. ചാമ്പക്കന്ന് അതൊന്നും പറയണ്ട കേട്ടോ, മോളൊന്നും പറയണ്ട. മോള് ആ അരിയും കൂടി എടുത്തോട്ടെ. ഓട്ടോറിക്ഷ വിളിച്ചോട്ടെ, അമ്മച്ചി പൈസ കൊടുത്തോളാം. മോള് ഓട്ടോറിക്ഷ പോയി കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ബസ് പോവുകയല്ലെങ്കിൽ ഇവിടെ കുറെ സമയം വർത്താനം പറഞ്ഞ ബസ് പോകത്തില്ലേ. പിന്നെ ബസ് പോയി പിന്നെ ബസ്സും കിട്ടത്തില്ല, പിന്നെ ബസ്സും കിട്ടത്തില്ല. മോള് പോയിക്ക. ശരി, ഞാൻ പോവുവാണേ. എന്നാ പിന്നെ ഞാൻ പോവുവാണേ. മോളെ നോക്കിട്ട് പോവണേ. അങ്ങനെയാണേ മോള് പോയി.
പറ്റുന്നില്ലേ? അയ്യോ, തൽക്കാലം ഇളയ മോളെ വിളിച്ച് ചോദിക്കാം. ഹലോ മോളെ. ഹലോ മോളെ. എന്താ അമ്മേ? മോളെ, അമ്മച്ചിക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടല്. മോളൊന്ന് ഇങ്ങോട്ടേക്ക് വരാവോ? അമ്മച്ചി, എന്റെ മോന്റെ സ്കൂളിൽ പരിപാടി ഇന്ന് രാത്രി. എനിക്ക് പോണ്ടേ? പിന്നെ അമ്മച്ചി ചെറിയ കാര്യത്തിൽ വലിയ കാര്യമാണെന്ന് വിചാരിക്കും. ഒരു ചുമയും ശ്വാസം മുട്ടലില്ല, അതങ്ങ് പോയിക്കോളും. അല്ലെങ്കിൽ ചുമേൻ്റെ ശ്വാസം മുട്ടലിൻ്റെ മരുന്നാറ്റ എടുത്ത് കഴിക്കുക. അപ്പോൾ ചുമയും ശ്വാസം മുട്ടലും അങ്ങ് മാറിക്കോളും. ഒരു ചെറിയ കാര്യത്തിന് വലിയ കാര്യമാണെന്ന് വിചാരിക്കുക അമ്മച്ചി. ഒരു വലിയ കാര്യത്തിന് ചെറിയ കാര്യമാണ് ആലോചിക്കുന്നത്. ഇതെന്താ അമ്മച്ചാണ്? പോയെങ്കിൽ പരിപാടിക്ക് പോകണ്ട്. എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഞാൻ അങ്ങോട്ട് നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ കാലൂത്തിയിട്ടല്ലോ. ഇതിപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ചുമയും ശ്വാസം മുട്ടലും. ഒന്ന് പോയെങ്കിൽ പരിപാടിക്ക് പോകണ്ട്. അമ്മച്ചിൻ്റെ ചുമയും ശ്വാസം മുട്ടലും കൊണ്ടിറങ്ങിക്കുന്നത്. അപ്പം ഇളയ മോക്ക് തന്നെ വേണ്ടല്ലേ? എൻ്റെ മരുമോളെ ഞാൻ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞേ. ബിരിയാണി കൊടുത്തില്ല, ചാമ്പക്ക കൊടുത്തില്ല, സപ്പോർട്ട് കൊടുത്തില്ല. ഞാൻ ചെയ്ത തെറ്റ് ഭയങ്കരമായിപ്പോയി. ഇനി ഞാൻ എൻ്റെ മൂത്ത മോളെ ഞാൻ ഇവിടെ കയറ്റത്തില്ല.